കേരള സർവകലാശാലയിലെ പോരിനിടെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. സർവകലാശാല പോര് കൊടുമ്പിരി കൊണ്ടിരിക്കെയാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി രാജ്ഭവന് മുന്നിൽ നിന്നും ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇപ്പോൾ നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഏറെ ചർച്ച ചെയ്യുന്നതാണ്. കാരണം അത്രമാത്രം വലിയ പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ നടന്നു. പ്രതിഷേധ പരമ്പരകളെല്ലാം നടന്നതിന് ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാകും അവർ ചർച്ച ചെയ്യുക? അതിന്റെ വിവരങ്ങൾ. സ്വാതി, കൃത്യം 3:30 മണിക്കാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തിയത്. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട്. ഈ കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായും ചർച്ചയാകാൻ സാധ്യതയുള്ളത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അതിനോടൊപ്പം തന്നെ ഭാരതാംബയും ഒക്കെ തന്നെയാണ്. കാരണം ഈ കേരളത്തിൽ ഈ ഭാരതാംബ ചിത്രവിവാദം ആരംഭിച്ചതിന് ശേഷമുള്ള മുഖ്യമന്ത്രി ഗവർണർ ആദ്യ കൂടിക്കാഴ്ചയാണിത്. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാല പ്രതിസന്ധി, പ്രത്യേകിച്ചും കേരള സർവകലാശാലയിൽ ഒരു പ്രതിസന്ധിക്ക് കാരണമുണ്ടായത് ഈ ഭാരതാംബ ചിത്ര വിവാദമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനു മുൻപ് തന്നെ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ഒരു കത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും നേരിട്ടൊരു കൂടിക്കാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിർണായകമാണ്. എന്തായാലും ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് തന്നെയായിരിക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. പക്ഷേ അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ഭരണപ്രതിസന്ധിക്ക് കൂടി ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും കേരള സർവകലാശാല തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഭാരതാംബ ചിത്ര വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ ഭരണപ്രതിസന്ധി തന്നെ നിലനിൽക്കുന്നു. സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാരുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ 2 രജിസ്ട്രാർമാർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കൂടാതെ സർവകലാശാല സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും 2 തട്ടിൽ നിലനിൽക്കുന്നു. ഒരാൾ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു, മറ്റൊരാൾ ഈ സസ്പെൻഷൻ നടപടിയെ റദ്ദാക്കുന്നു, സിൻഡിക്കേറ്റ് ഈ നടപടി റദ്ദാക്കുന്നു. പക്ഷേ ഈ തീരുമാനങ്ങളിലെല്ലാം തന്നെ ഇരുവിഭാഗങ്ങളും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും സർവകലാശാലയിൽ നിന്ന് പുതിയ ഉത്തരവുകളും പുതിയ തീരുമാനങ്ങളും അതിനോടൊപ്പം തന്നെ ഭരണപ്രതിസന്ധി രൂക്ഷമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിക്ക് എന്ത് തീരുമാനം ഇരുവരും കൈക്കൊള്ളും എന്നുള്ളത് നിർണായകമാണ്. ഏതെങ്കിലും തരത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിൽ അയവ് വരുത്തണമോ, അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇടപെട്ടുകൊണ്ട് വൈസ് ചാൻസലർ നിലപാട് തിരുത്തണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ മറ്റ് സർവകലാശാലകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഡിജിറ്റൽ KTU സർവകലാശാലകൾ, ഈ 2 സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ 2 പേരെ, ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ K ശിവപ്രസാദിനെയും ഇരു സർവകലാശാലകളിലെയും വൈസ് ചാൻസലറായി നിയമിക്കുന്നു. പക്ഷേ സർക്കാർ ഇതിനെ ചോദ്യം ചെയ്യുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നു ഈ 2 നിയമനങ്ങളും നിയമവിരുദ്ധമാണെന്ന്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകുന്നുണ്ട്. ഇരു സർവകലാശാലകളിലേക്കും അടിയന്തരമായി വൈസ് ചാൻസലർമാരെ നിയമിക്കണം. അതിനോടൊപ്പം തന്നെ സ്ഥിര വൈസ് ചാൻസലർമാരില്ലാത്ത എല്ലാ സർവകലാശാലകളിലേക്കും അടിയന്തരമായി സർക്കാർ ഇടപെട്ടുകൊണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കണം. അതുകൂടാതെ തന്നെ താൽക്കാലികമായി ഉള്ള വൈസ് ചാൻസലർമാർക്ക്, ഈ 2 സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാർക്ക് 6 മാസമേ അവർക്ക് നിയമനം ഉണ്ടാകൂ എന്നതടക്കമുള്ള നിർണായക ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ 2 സർവകലാശാലകളിലേക്കും വൈസ് ചാൻസലർമാരെ അടിയന്തരമായി നിയമിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇരു സർവകലാശാലകളിലേക്കുമുള്ള മൂന്നംഗ പാനലിനെ സർക്കാർ കഴിഞ്ഞ ദിവസം രാജ്ഭവന് നൽകിയിരുന്നു. പക്ഷേ ഈ പാനലിൽ നിന്ന് ഒരു നിയമനം ഇതുവരെയും ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു ഈ പാനൽ ഗവർണറുടെ കയ്യിലെത്തിയിട്ട്. പക്ഷേ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ സർവകലാശാലകളിലേക്ക് താൽക്കാലിക VC നിയമനം ഉണ്ടാകുമോ എന്ന കാര്യം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് സർവകലാശാലകൾ കേരളത്തിലുള്ള 13 സർവകലാശാലകളിലാണ് താൽക്കാലിക VCമാരുള്ളത്. ഈ 13 സർവകലാശാലകളിലേക്കും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായി വൈസ് ചാൻസലർമാരെ വരും ദിവസങ്ങളിൽ നിയമിക്കുമോ, അല്ലെങ്കിൽ അത് നിയമിക്കാനുള്ള ഏതെങ്കിലും നടപടികൾ ഇരുവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യവും ചോദ്യചിഹ്നമാണ്. കൂടാതെ തന്നെ മറ്റൊരു നിർണായക വിഷയം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ്. ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ല്, രണ്ടാമത് സർവകലാശാല നിയമ ഭേദഗതി ബില്ല്. ഇതിൽ സ്വകാര്യ സർവകലാശാല ബില്ല് ഗവർണർ അംഗീകരിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ
വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. കാരണം ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ പ്രോ ചാൻസലറായിട്ടുള്ള മന്ത്രിക്ക്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു. അതിനോടൊപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൽ ഗവർണർ ഇതുവരെയും ഒപ്പിട്ടിട്ടില്ല. ഇതിൽ ഒപ്പിടാനുള്ള സാധ്യതയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് വിടുമോ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് വീണ്ടും തിരിച്ചയക്കുമോ എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഏകദേശം 3 മാസ കാലയളവായി ഗവർണറുടെ പക്കൽ ഈ 2 ബില്ലുകളും ഉണ്ട്. പക്ഷേ ഇതുവരെയും ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഈ വരുന്ന ഓഗസ്റ്റിൽ ഈ 3 മാസ കാലയളവ് അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അംഗീകരിച്ചുകൊണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ എന്തൊക്കെ സംസാരിച്ചു അന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതടക്കം നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. കൂടാതെ ഓണം ആഘോഷം വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഗവർണറുടെ ഔദ്യോഗികമായി ഈ ഓണാഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സ്വാതി. ശരി ഹാൻസ്, എന്തായാലും ഒരു സമവായം ഇവിടെ ഉണ്ടാകുമോ? ഗവർണർ നിലപാട് മയപ്പെടുത്തുമോ? എന്താണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നതൊക്കെ ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇത്രമാത്രം വലിയ പ്രതിഷേധ പരമ്പരകൾ അരങ്ങേറിയതിനു ശേഷമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലെ പോരിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത്. ആ കൂടിക്കാഴ്ച അവിടെ പുരോഗമിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഹാൻസ് നൽകിയത്.